ബാംഗ്ലൂർ യാത്രയിൽ എന്നെ അതിശയിപ്പിച്ചൊരു കാഴ്ചയാണ്. റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് വൈദ്യുതി ലൈറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന കുറേ കൃഷിയിടങ്ങൾ. അത് കണ്ടതും ഞങ്ങൾ വണ്ടി നേരെ അതിനകത്തേക്ക് തിരിച്ചു. അതെങ്ങോട്ടോ എവിടേക്കോ എന്നറിയില്ല, ആ വെളിച്ചം കണ്ട ദിശയിലേക്ക് ഞങ്ങൾ വണ്ടി തിരിച്ചു. അവിടെ എത്തിയപ്പോഴും മനസ്സിലായത് അതൊരു പൂക്കൃഷിയാണ്. അത് കൃത്രിമമായി രാത്രി വെളിച്ചം നൽകി വളർച്ച കൂട്ടുന്നൊരു രീതിയാണ്. കൂടുതലും ജമന്തിപ്പൂവാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വളരെ വിജനമായ സ്ഥലമാണെങ്കിൽ ഞങ്ങൾക്കൊരാളവിടെ കൂട്ട് കിട്ടി. ഇത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ രായക്കോട്ട എന്ന സ്ഥലമാണ്. അത് നമ്മൾ കേരളത്തിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുമ്പോൾ പാലക്കാട്, കോയമ്പത്തൂർ, സേലം കഴിഞ്ഞ് കൃഷ്ണഗിരി എത്തുന്നതിന് മുന്നേ ധർമ്മപുരി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ബാംഗ്ലൂർ പോകാൻ ഇതാണ് ഏറ്റവും എളുപ്പ വഴി. ഈ കാഴ്ച കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പാടത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കൊണ്ട് പോയി. ഇവിടെ വളരെ വിജനമായൊരു സ്ഥലമാണ്. പക്ഷെ ദൂരെ നിറയെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും, ബൾബുകളുടെ. ആൾക്കാരൊന്നും കാണാനില്ല. പക്ഷെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ടാറിടാത്ത വഴിയാണ്. എന്നാലും ഞങ്ങൾ വണ്ടി എടുത്ത് കുറച്ച് നേരം പോയി നോക്കാൻ തീരുമാനിച്ചു. കാരണം അതുപോലത്തെ വിഷ്വൽസാണ് കാണാൻ പറ്റുന്നത് മുന്നിൽ. ഇതുപോലത്തെ കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഒന്നും രണ്ടും പാടമല്ല, ഏക്കർ കണക്കിന് പാടങ്ങളാണ് ഇങ്ങനെ വൈദ്യുതി ലൈറ്റ് വെച്ച് കത്തി നിൽക്കുന്നത്. അത് കണ്ടെത്താ ദൂരത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണുമ്പോൾ ഒരു രാത്രി നല്ല ഭംഗിയാണ്. ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ കിട്ടണമെന്നില്ല. കാരണം ഞാനിത് മൊബൈൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ വേറൊരു ലോകമാണ്, മായ ലോകമാണ്. ഞങ്ങൾ വണ്ടി നിർത്തി ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തൊക്കെ പോയി ഷൂട്ട് ചെയ്തു. പക്ഷെ അതിലേക്ക് ഇറങ്ങാൻ ധൈര്യമുണ്ടായില്ല. കാരണം ഇനി എല്ലാം ഷോക്ക് അടിച്ചാലോ. എല്ലാം ഇലക്ട്രിഫൈ ചെയ്താണ് വെച്ചേക്കണത്. ഒരുപാട് ലൈറ്റുകളുണ്ട്. ഇതെല്ലാം LED ബൾബുകളാണ്. എനിക്ക് തോന്നുന്നത് ചെടികൾക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വളരെ വിജനമായ സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ അധിക നേരം ഇവിടെ നിന്നില്ല. കാരണം ആരും കാണാനില്ല. അപ്പം അതുകൊണ്ട് ഉള്ളേരിയ ആയ കാരണം അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. കുറച്ച് നേരം വിഷ്വൽസൊക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് പുറപ്പെട്ടു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ തമിഴ്നാട്ടുകാരുടെ കൃഷി രീതി. അവർ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഒരു കൃഷി ചെയ്യുമ്പോൾ അത് ചെയ്യുക. അത് ക്ലീനായി നീറ്റായി അറേഞ്ച് ചെയ്ത് അതവരെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചെടികളൊക്കെ വളർന്ന് വരുന്നുള്ളൂ. ഇതൊരു നഴ്സറി ഫാമാണ്. ഇതേപോലത്തെ ഒരുപാട് ഫാമുണ്ട് ഈ രായക്കോട്ടയിൽ. എനിക്ക് തോന്നുന്നു ടൗണിൻ്റെ ചുറ്റുമുള്ള ഏരിയയിൽ മുഴുവൻ ഇത്തരം ഫാമുകളാണ്. ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ ഏരിയയിലേക്കൊക്കെ പൂക്കൾ കൊണ്ടുപോകുന്നതും ഇവിടെ നിന്നാണ്. കേരളത്തിലേക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ബാംഗ്ലൂർ ഏരിയയിൽ വരുന്ന ഭൂരിഭാഗം പൂക്കളും ഇവിടെ നിന്ന് വരുന്നതാണ്. ഞങ്ങളൊരു പൂ മാർക്കറ്റ് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ടൗണിലേക്ക് വന്നത്, രായക്കോട്ട. പക്ഷെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അത് പൂ മാർക്കറ്റാണോ പച്ചക്കറി മാർക്കറ്റാണോ എന്ന് അറിയില്ല. പക്ഷെ എല്ലാം അടച്ചു പോയി. ഇനി പിന്നീട് ഒരു ദിവസം ഈ വഴി വരുമ്പോൾ പൂ മാർക്കറ്റ് തേടി വരാം.